5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. തമിഴ്നാട്ടിലെ മധുരയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്, അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഭാര്യയും മകളും, ഭാര്യ കമല ടീച്ചറും മകൾ വീണ വിജയനും സമ്മേളനത്തിൽ അവർ പ്രതിനിധികളല്ല, എന്നാലും സമ്മേളനത്തിൽ പോയിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ മധുരയിൽ നിന്ന് വാഹനമെടുത്ത് കാർ പിടിച്ച് 2 മണിക്കൂർ യാത്ര ചെയ്ത് തഞ്ചാവൂരിലുള്ള ഒരു ബദേശ്വര ക്ഷേത്രത്തിൽ പോയി. ഇത് വലിയ വാർത്തയാക്കുന്നു ആളുകൾ. ഇവിടെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾ ഭാര്യയും കൂടി അമ്പലത്തിൽ പോകുന്നു? ഇത് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ വലിയ വാർത്തയാണ്. എന്തോ പാതകം ചെയ്തു എന്നുള്ളത് പോലെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, വീണ വിജയൻ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അവരുടെ പേരിൽ ഇപ്പോൾ കേസ് വരുന്നു. പിന്നെ നിരവധി കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ധാരാളം കേസുകൾ ഉണ്ടാകുമെന്ന് അവർ ഭയക്കുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ നിന്ന് രക്ഷ നേടണം. ഭൗതികമായ ഇവിടുത്തെ കോടതികളും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് വരും എപ്പോഴും അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തോട് ചെന്നവർ പൂജിക്കുന്നു, അവർ അവിടെ ഹോമത്തിന് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അർച്ചന നടത്തുന്നു, അവർക്ക് ഇഷ്ടമുള്ള അവിടുത്തെ പൂജാവിധികൾ എന്താണോ അത് അവർ ചെയ്യുന്നു. അതുപോലെ തന്നെ കമല ടീച്ചർ ഒരു വ്യക്തിയാണ്, അവർ സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് അമ്പലത്തിൽ പോകാം, വിശ്വസിക്കാം, അതൊന്നും ആരും തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തികൾക്കുമാണ് കുടുംബത്തിനല്ല കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം. വ്യക്തികൾക്കാണ്. വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ആരാധന സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ആരാധന നടത്താം. പിന്നെ ഒരു ചോദ്യമുണ്ട്, തൻ്റെ വീട്ടിൽ കമ്മ്യൂണിസവും യുക്തിവാദവും നടപ്പിലാക്കാൻ കഴിയാതെ, കൂടെ ഉള്ളവരൊക്കെ ഇത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് മാറ്റിയെടുക്കാൻ കഴിയാതെ നാട്ടിലെല്ലാവരെയും കൊണ്ട് ഇത് മാറ്റിക്കാൻ നടക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഒരു താത്വികമായി വേണമെങ്കിൽ പറയാം. പക്ഷെ താത്വികമായി പറയുന്നതിനപ്പുറം ഓരോരുത്തർക്കും വ്യക്തിപരമായി അങ്ങനെയുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഗൗരിയമ്മ കൃഷ്ണനിൽ അഭയം പ്രാപിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഫിലിപ്പം പ്രസാദ് നക്സലൈറ്റ് ആയിരുന്നു. ഫിലിപ്പം പ്രസാദ് അവസാനം സായി ഭക്തനായി മാറി. അതിൻ്റെ പ്രചാരകൻ കൂടിയാണ്. എത്ര ആളുകൾ അങ്ങനെ പോയി. നയനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പിന്നെ അമ്പല വിശ്വാസിയാണ്. അതുപോലെ തന്നെ പണ്ടൊരിക്കൽ തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനം നടന്നപ്പോൾ, CPM-ന്റെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ, അന്ന് പിന്നെ മഴ പെയ്യുമോ എന്ന് പേടിച്ചിട്ട് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കാട്ടായക്കുളം V. ശ്രീധർ അവർ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ചു വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്. ഇത് എളുപ്പത്തിൽ എടുത്തു മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. ഇത് മതവുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായി അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള അമ്പലത്തിൽ പോകാം, ഇഷ്ടമുള്ള വിശ്വാസത്തിൽ ഇരിക്കാം. ഇനിയിപ്പോൾ വേണ്ട, ഇവർ 2 പേരും അമ്പലത്തിൽ പോയില്ല, വേറെ ആരെങ്കിലും കയ്യിലാണ് പൂജയ്ക്ക് കൊടുത്തയച്ചെങ്കിലും അത് നടക്കുമായിരുന്നല്ലോ. അത് ചിലപ്പോൾ രഹസ്യമായിരുന്നെങ്കിൽ പുറത്തു വരില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിലൊക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോലെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് റെസിപ്റ്റ് ഒന്നും ഇടാനൊരു സാധ്യതയില്ലല്ലോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെട്ട് വഷളാക്കുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയതുകൊണ്ടോ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടോ അമ്പലത്തിൽ പൊക്കൂടാന്നൊന്നും എങ്ങും പറയുന്നില്ല. അവിടെ ദൈവത്തിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരും വ്യക്തിപരമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് പോകാം, പ്രാർത്ഥിക്കാം. അവർ കേരളത്തിലെ അമ്പലങ്ങളിലും പോകണം, പരസ്യമായിട്ട് പോകണം. അതൊന്നും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇരുന്ന് ട്രോൾ ചെയ്തുകൊണ്ടോ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടോ തീരുന്നതല്ല വിശ്വാസം. അത് 1 to 1 ആണ്. ഓരോരുത്തരും ദൈവവുമായും അല്ലെങ്കിൽ ദൈവസങ്കല്പവുമായും അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടുമായിട്ടൊക്കെ ഉള്ള ബന്ധമാണ്. അത് അങ്ങനെ തന്നെ പോകണം. അതുകൊണ്ട് ഇപ്പോൾ പല ആളുകളും യുക്തിവാദമൊക്കെ പറയുമ്പോഴും ഒരു ആപത്ത് വരുമ്പോൾ ചിലപ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്ന രീതി നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ട്. മരണത്തോട് അടുക്കുമ്പോൾ ഇനി എനിക്കൊന്ന് ജീവിക്കണം, ജീവിക്കാൻ കഴിയുമോ, ജീവിക്കാനുള്ളൊരു അവസരം തരണേ എന്നൊക്കെ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മൾ ധാരാളം പേരെ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവനിഷേധമൊക്കെ ഇതിൽ വരേണ്ടതല്ല. കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നിന്നോട്ടെ. എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ശബരിമലയിൽ പോകുന്നു, ദേവസ്വം മന്ത്രിയാകുന്നു, അമ്പലങ്ങളിൽ പോകുന്നു. ഇപ്പോൾ അമ്പല കമ്മിറ്റികളിൽ ധാരാളമായി കമ്മ്യൂണിസ്റ്റുകാർ കയറിപ്പറ്റിയിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ പിടിച്ചെടുത്തിട്ടുണ്ട്, കയറിപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒരു കാര്യമില്ല. ഇത് തികച്ചും വ്യക്തിപരമാണ്. ടീച്ചറെ, വീണ വിജയൻ, നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം, നിങ്ങൾ പൂജകൾ നടത്തണം. ഇത് നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ മറ്റാരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കുക. വീണ വിജയൻ പ്രാർത്ഥിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെതിരെ നല്ല വിധി ഉണ്ടാകണം, അല്ലെങ്കിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ പിണറായി വിജയൻ അവർക്ക് ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ CPM-ന് ആയുസ് കൊടുക്കണമെന്നും ആരോഗ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. മൊത്തത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അമ്പലങ്ങളിൽ പോവുക, വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. VS അച്യുതാനന്ദൻ മകൾ ഡോക്ടർ ആശ വിശ്വാസിയാണ്. അങ്ങനെ എത്രയോ ആളുകൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, അങ്ങനെ ഒരുപാട് വിശ്വാസികളുണ്ട്. രാമായണം നന്നായി വായിക്കുന്ന ആളാണ് G. സുധാകരൻ, മുൻ മന്ത്രി. അങ്ങനെ അതുപോലെ തന്നെ നന്നായി രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും
മനോഹരമായ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളാണ് മുല്ലക്കര രത്നാകരൻ. കമ്മ്യൂണിസ്റ്റുകാരിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് വിശ്വാസികളായിട്ടുള്ളവർ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വസിച്ചോളൂ, അമ്പലത്തിൽ പൊക്കോളൂ, യാതൊരു തെറ്റുമില്ല. അതാരെങ്കിലും ട്രോൾ ചെയ്യാൽ മൈൻഡ് ചെയ്യണ്ട.